ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ സംയുക്തമായാണ് പലയിടങ്ങളിലും മിന്നൽ പരിശോധന നടത്തുന്നത്. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേരെയാണ് ദിനംപ്രതി അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ആരംഭിച്ച വ്യാപക പരിശോധനകൾ ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്നെങ്കിലും കഴിഞ്ഞ മാസം മുതൽ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് ജലീബിലെ ഹസാവി പ്രദേശത്ത് കമാൻഡോകളുടെ സഹായത്തോടെ റെയ്ഡ് അരങ്ങേറിയത്. വിസ കാലാവധി കഴിഞ്ഞവർ, ഗാർഹിക വിസയിലുള്ളവർ, ഒളിച്ചോട്ട പരാതിയിൽ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കപ്പെട്ടവർ തുടങ്ങി 170 പേരാണ് ഇന്നലെ പോലീസ് വലയിലായത്. ഇവരിൽ 67 പേർ സ്ത്രീകളാണ്. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, എത്യോപ്യ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാരാണ് അറസ്റ്റിലായവരിൽ ഏറെയും. ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സുലൈമാൻ ഫഹദ് അൽ ഫഹദിന്റെ നിർദ്ദേശപ്രകാരം DGI ഗാസി അലോമയുടെ മേൽനോട്ടത്തിലായിരുന്നു പരിശോധന നടന്നത്. ഫ്ളാറ്റുകളിൽ കയറി പരിശോധിച്ച സംഘം ചില കെട്ടിടങ്ങളുടെ ടെറസിലും പരിശോധന നടത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. വരും ദിവസങ്ങളിലും സമാന റെയ്ഡുകൾ ഉണ്ടാകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ജലീബ് മേഖലയിൽ 1.25 ലക്ഷത്തോളം അനധികൃത താമസക്കാരുണ്ടെന്ന ജലീബ് വികസന സമിതി അംഗത്തിന്റെ വെളിപ്പെടുത്തൽ വാർത്തയായ ദിവസം തന്നെ പ്രദേശത്ത് റെയ്ഡ് നടന്നു എന്നതും ശ്രദ്ധേയമാണ്. പോയ വർഷത്തെ പോലെ ആശങ്കയുടെ ദിനരാത്രങ്ങൾ തിരിച്ചുവരുമോ എന്ന ഭീതിയിലാണ് മലയാളികളടക്കം പ്രവാസികൾ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.